വീട്ടില് ഞാന് ഇത് മാസ്റ്റർ ആണല്ലോ. എന്റെ മുത്തശ്ശൻ ഒരു സ്റ്റേഷൻ മാസ്റ്റർ, എന്റെ അച്ഛൻ റേഷൻ മാസ്റ്റർ. റേഷൻ മാസ്റ്ററാ? മാസ്റ്റർ അമ്മ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് റേഷൻ മേടിച്ചോണ്ട് ഒരു അച്ഛൻ കുത്തിയിരുന്ന് തിന്ന് തീർക്കും. ഈ റേഷൻ മാസ്റ്റർ എന്ത്? ഹീസ് നോ മോർ. ദൈവമേ, ഇത് ആരെന്നറിയാമോ? ഒരു ഫുട്ബോൾ കളിക്കാരന്റെ മോനാ, നെയ്മറിന്റെ മോൻ. എന്നോട് തന്നെ മാറ്റി പറഞ്ഞ് നെയ്മറിന്റെ മോൻ അങ്ങനല്ല പറഞ്ഞത്. ഹീസ് നോ മോർ എന്ന് വെച്ചാ പോയി. നേരത്തെ പോയ ട്രെയിനിൽ അങ്ങ് പോയോ? ആ ട്രെയിനിൽ പോയെന്നല്ല പറഞ്ഞത്. ഈ ലോകവാസം വെടിഞ്ഞ്. നമ്പർ ഇതാ, ഞാൻ വിളിച്ചു കൊണ്ടുവരാം. എവിടുന്ന്? എവിടെ പോയെന്ന് പറഞ്ഞ്. എടാ ചത്ത് മലച്ച് പോയെന്നറാ. അങ്ങനെ പറഞ്ഞാ പോരെ. സാറിന് ചോറ് വേണോ? എനിക്ക് ചോറ് വേണ്ട. അടുത്ത വണ്ടി ഇപ്പൊ വരും കേട്ടോ, ഉത്തർപ്രദേശിൽ പോകാനുള്ള വണ്ടിയൊക്കെ വരും കേട്ടോ. ആരൊക്കെ വന്നിട്ടുണ്ട്? എന്റെ വൈഫുണ്ട്. വൈഫ് എവിടെ പോയി? വൈഫ് ടോയ്ലറ്റിലാണ്. അയ്യോടാ, ആ രാജ്യത്താണല്ലേ. അവിടെ ആണെങ്കിൽ ഇപ്പൊ ഭയങ്കര തണുത്ത കാലമാണ്. ചിലപ്പോ ഓണത്തിന് വരുമായിരിക്കും അല്ലേ? വിളിക്കുമോ ഇടയ്ക്കിടയ്ക്ക് ഭാര്യ വീഡിയോ കോളിലൊക്കെ? ഇത് എവിടെന്നടാ പറഞ്ഞോണ്ട് പറഞ്ഞത്? ഏത് രാജ്യത്ത്? ഏതോ രാജ്യത്ത് പോയെന്ന് പറഞ്ഞു. ഒരു രാജ്യത്തും അല്ല. ടോയ്ലറ്റ്, ബാത്റൂം പോയ കാര്യമാണ്. ഹലോ പൊതുവരെ വിദ്യാഭ്യാസം ശകലം കുറവാണല്ലേ? ആര് പറഞ്ഞു വിദ്യാഭ്യാസം കുറവാണെന്ന്? ഞാൻ പഴയ 9. അതല്ല ചോദിച്ചത്. എനിക്ക് വിദ്യാഭ്യാസം ഉണ്ട്. നിങ്ങളിപ്പോ ഉത്തർപ്രദേശിലോട്ടല്ലേ പോണത്? എനിക്ക് എന്റെ ആവശ്യത്തിന് ഞാൻ കുറച്ച് ഹിന്ദി പഠിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം. നിങ്ങൾ ആവശ്യത്തിനുള്ള സാധനം ഞാൻ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ ഞാൻ തിരിച്ചു തന്നില്ലെങ്കിൽ അത് വിഷയമാവും. അത് ഭയങ്കര പ്രശ്നമാവും. എന്റെ കയ്യിലില്ലെങ്കിൽ അല്ല, അറിവ് പകരാമെന്ന്. ഇയാളെ വീട്ടിലാരൊക്കെ ഉണ്ട്? സാറേ, അവസ്ഥ ഭയങ്കര കഷ്ടമാ സാറേ. ആരൊക്കെ ഉണ്ട്? ഞാനും എന്റെ പെങ്ങളും ഉണ്ട്. അതായത് പെങ്ങൾക്കൊരു കൊച്ചുണ്ട്. അതിനു വേണ്ടിയാണ് ഈ പോയിച്ചോറ് ഇങ്ങനെ കച്ചവടം ചെയ്യുന്നത്. ആ കൊച്ചിന് ഇത്രയും പൊതിച്ചോറാ? അത്രയും അല്ലെന്ത്. പിന്നെ അതിന് ജീവിക്കണ്ടേ? ജീവിക്കണം. പണ്ടൊരു ബംഗാളി എന്റെ പെങ്ങളെ കെട്ടി. എന്നിട്ട് ഒരു സമയത്ത് കുഞ്ഞായി കഴിഞ്ഞപ്പോ അവ രാജധാനി ട്രെയിനിൽ കയറി അങ്ങ് പോയി. ഇപ്പൊ ഓരോ ദിവസവും പെങ്ങളെ കൊച്ചു എന്റെ അടുത്ത് വന്ന് ചോദിക്കും, മാമാ എന്റെ അച്ഛൻ ആരെന്ന്. ഞാനപ്പൊ ഈ രാജധാനി ട്രെയിൻ പോകുമ്പോ കാണിച്ചു കൊടുക്കും, മക്കളെ ഇതാണ് നിന്റെ അച്ഛനെന്ന്. അപ്പൊ അവൻ എന്റെ അടുത്ത് വന്ന് ചോദിക്കുക, എന്റെ അച്ഛൻ ഇത്രയേ നീളവോന്ന് ഈ ട്രെയിനിനെ കണ്ടിട്ട്. അങ്ങനെ കട്ടപ്പാടാണ്. കല്യാണം കഴിച്ചില്ല, സുഖിച്ച് ജീവിക്കാൻ. സാറേ, മാന്യതൊക്കെ മന്നെ. കല്യാണം എന്ന് പറഞ്ഞ ഒരു വാക്ക് എന്റെ അടുത്തും ഉണ്ട്. എനിക്ക് ഇഷ്ടമല്ല. ഞാനും എന്റെ ഭാര്യയും വേർപിരിഞ്ഞു. സത്യം സത്യം. സാർ എന്റെ കണ്ണി നോക്കിയാണ്. ഭാര്യ വരുമോ? ഭാര്യ വരുമോ? പിന്നെ അതല്ല, കണ്ണി നോക്കി. ഈ കണ്ണ് കണ്ട? കണ്ട് എന്റെ ഭാര്യയോടുള്ള പക. സത്യം. ഈ കണ്ണ് കണ്ട? അത് പുകഞ്ഞിരിക്കണ്. അതെന്റെ ഭാര്യയുടെ പക. അവിടെ പോകാൻ നേരം എന്തോ ഒരു കല്ല് വെച്ച് അടിച്ചു വെച്ചിട്ടാ പോയത്. അല്ലെങ്കിൽ നിന്റെ പക കണ്ടേനെ. സാറേ, പയ്യെ സാറേ, എന്തൊക്കെയോ ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ പറ്റൂല സ്വന്തമായിട്ട്. ഒരു മുടി വെട്ടാൻ പറ്റൂല, ഡ്രസ് ഇടാൻ പറ്റൂല. ബന്ധുക്കളെയൊക്കെ അങ്ങ് ബ്ലോക്ക് ചെയ്യുക. അവളുടെ ബന്ധുക്കളെ, എന്റെ ബന്ധുക്കളെയൊക്കെ ബ്ലോക്ക് ചെയ്യുക. ഉറങ്ങി കിടക്കുന്ന സമയത്ത് വെള്ളം കോരി ഒഴിച്ചിട്ട് ഓടി വന്നിട്ട് ഉമ്മ ചോദിക്കുക. എന്തോ ദ്രോഹമാണെന്നറിയാമോ? വെള്ളം കോരി ഒഴിച്ചിട്ട് ഉമ്മ ചോദിക്കുന്നത്? എനിക്കറിയാം, ചെറിയ തണുപ്പൊക്കെ കിട്ടുമായിരിക്കും. എന്നാൽ ഇങ്ങനെ ദുഷ്ടതരങ്ങൾ കാണിക്കുന്ന ഭാര്യമാരുണ്ടോ? ഭാര്യയല്ല, പിന്നെ ഇതൊക്കെ ഞാനാണ് അവളോട് ചെയ്തോണ്ടിരുന്നത്. അങ്ങനെയാണ് ഒരു കല്ല് വെച്ച് അടിച്ചിട്ട് അവൾ ഓടിക്കളഞ്ഞത്.